തോട്ടുമുഖപ്പ് പ്രായിക്കരത്തോട് പുനരുജ്ജീവന ഫണ്ട് അനുവദിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. മാന്നാർ SNDP യൂണിയൻ വെള്ളാപ്പള്ളി നടേശൻ ഹാളിൽ ചേർന്ന തോട്ടുമുഖപ്പ് പ്രായിക്കരത്തോട് പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പമ്പ അച്ചൻകോവിലാറുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മാന്നാർ പഞ്ചായത്തിലെ പമ്പാ നദിയിലെ തോട്ടുമുഖപ്പ് ഭാഗത്തുനിന്നും ആരംഭിച്ച് ചെന്നിത്തല പഞ്ചായത്തിലെ പ്രായിക്കരയിൽ അവസാനിക്കുന്ന തോട്ടുമുഖപ്പ് പ്രായിക്കരത്തോടിന്റെ പുനരുജ്ജീവനത്തിനായി പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ ബജറ്റിൽ തന്നെ ഫണ്ട് അനുവദിക്കുമെന്ന് ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആദ്യത്തെ സ്റ്റേജിലേക്കുള്ള പണി ആരംഭിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് പണിയിലേക്ക് വന്നു. പഞ്ചായത്ത് വാർഡടിസ്ഥാനത്ത് യോഗം വിളിക്കണം. പഞ്ചായത്ത് മെമ്പർമാർ കൺവീനർമാരായിട്ടുള്ള കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കക്കൂസ് മാലിന്യം ഇതിലേക്ക് ഒഴുക്കി വിടുന്നത് എല്ലാം നോട്ടീസ് കൊടുത്ത് കർശനമായതിനു മുമ്പ് തന്നെ സേഫ്റ്റി ടാങ്ക് ഉണ്ടാക്കി അവരുടെ കാര്യങ്ങൾ ഇത് ചെയ്യണം. പിന്നെ മാലിന്യം പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ചെന്നിത്തലയും രണ്ടുപേരും ചെന്നിത്തലയും മാന്നാറും കർശനമായി നിരോധിക്കണം. ഒരു മാലിന്യം ഇതിനകത്ത് ഡംപ് ചെയ്യാൻ പാടില്ല. മാന്നാർ SNDP യൂണിയൻ വെള്ളാപ്പള്ളി നടേശൻ ഹാളിൽ ചേർന്ന തോട്ടുമുഖപ്പ് പ്രായിക്കരത്തോട് പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തോട് മാലിന്യമുക്തമാക്കി നവീകരിക്കുകയും 500-ലേറെ കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂപ്രദേശം ഒരു ക്രാഫ്റ്റ് വില്ലേജാക്കി സ്വയം പര്യാപ്ത ടൂറിസ്റ്റ് കേന്ദ്രമാക്കുവാനുള്ള രൂപരേഖയും പദ്ധതിയും തയ്യാറാക്കുന്നതിനായി പാരിസ്ഥിതിക സംഘടനയായ മിലൻ 21ന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഹരിതപമ്പ നീർത്തടം പദ്ധതിയിൽ മിലൻ 21 തോട് നവീകരണ സർവേ നടത്തിയത്. പാരിസ്ഥിതിക സന്തുലനാവസ്ഥയും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാനും അടിയന്തര ഇടപെടൽ വേണമെന്ന് അടിവരയിടുന്ന സോഷ്യൽ ടെക്നിക്കൽ സർവേ റിപ്പോർട്ട് മന്ത്രി സജി ചെറിയാന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് തോടിന്റെ പുനരുജ്ജീവനത്തിനുള്ള സാധ്യത തെളിഞ്ഞത്. തോട്ടുമുഖപ്പ് കോയിക്കൽ ഭാഗം വരെയുള്ള മാന്നാർ പഞ്ചായത്തിലെ 5, 6, 7, 16, 17 വാർഡുകളിലൂടെ ഒഴുകിയിരുന്ന പുരാതനമായ തോട്ടുമുഖപ്പ് കോയിക്കൽ ഭാഗം തോടിന്റെ നവീകരണത്തിന് മന്ത്രി സജി ചെറിയാന്റെ ശ്രമഫലമായി കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ഇറിഗേഷൻ വിഭാഗം 4.92 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ച് ചെറുകിട ജലസേചന വകുപ്പ് പദ്ധതിയുടെ തുടർ നടപടികൾ നടത്തിവരികയാണ്. കോയിക്കൽ ഭാഗം മുതൽ പ്രായിക്കര വരെയുള്ള ബാക്കി ഭാഗം കൂടി സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും മിലൻ 21നെ ചുമതലപ്പെടുത്തി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിനി ജെയിൻ അധ്യക്ഷത വഹിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം G കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിനു, അജിത് പഴവൂർ, ചെന്നിത്തല പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുരാജ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടൈറ്റസ് P കുര്യൻ, പുഷ്പ സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലേഖനകുമാരി, ചാക്കോ കയ്യത്ര, കലാധരൻ കൈലാസം, പ്രീതാകുമാരി, ശിവകുമാർ, സുശീലാദേവി, ശോഭന സന്തോഷ്, സേതുലക്ഷ്മി, മായ, പഞ്ചായത്ത്, റവന്യൂ, ആരോഗ്യവകുപ്പ്, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത PA കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മാന്നാർ.